നിങ്ങളുടെ സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് അണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. സൗത്ത് കൊണ്ടാഴി സെന്ററിൽ നിൽക്കുന്ന വൻ ആൽമരം പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി. മരത്തിന്റെ ശാഖകൾ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഏതു സമയത്തും പൊട്ടി വീഴാനുള്ള സാധ്യത. സൗത്ത് കൊണ്ടാഴി സെന്ററിൽ നിൽക്കുന്ന വൻ ആൽമരമാണ് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിലനിൽക്കുന്നത്. ആൽമരത്തിന്റെ ശാഖകൾ വളർന്ന് റോഡിലേക്കിറങ്ങി നിൽക്കുകയാണിപ്പോൾ. വർഷകാലം ആരംഭിച്ചതോടെ മഴയും കാറ്റും തുടങ്ങുകയായി. മഴയിലും കാറ്റിലും ഏത് സമയത്തും പൊട്ടി വീഴുവാനാണ് സാധ്യത. KSEBയുടെ ഹെവി ലൈൻ ഈ മരത്തിന് താഴെയാണ് കടന്നു പോകുന്നത് എന്നതും അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതാണ്. ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പച്ചക്കറി കടയും തേക്കിൻകാട് വാഴാട് കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസും ഈ ആൽമരത്തിന് തൊട്ട് താഴെയായി സ്ഥിതി ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൊണ്ടായി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പറാണ്. നമ്മുടെ പ്രദേശമാണ്. ഇവിടെ ഒരു സൗത്ത് കൊണ്ടായി സെൻറ്ററിൽ ഒരു വലിയൊരു ആലുണ്ട്. ആലിൻ്റെ ചില്ലകൾ നേരെ റോഡിലേക്ക് നിന്ന് വളരെ അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത്. കുട്ടികളും ആളുകളും ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്ന ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നടപടി എടുക്കണമെന്നാണ് ഇതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാനായിട്ട് മുൻ മെമ്പറുമായ രവീന്ദ്രൻ ക്ഷണിച്ചു. കൂടാതെ ഓട്ടോ സ്റ്റാൻഡും ഇവിടെ തന്നെയാണ്. പൊതുവെ പറഞ്ഞാൽ വൻ ദുരന്തത്തിന് കാതോർത്താണ് ഈ പ്രദേശം നിലനിൽക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതർ ഉടൻ തന്നെ വൃക്ഷക്കൊമ്പുകൾ വെട്ടിമാറ്റണമെന്നാണ് പൊതുജനത്തിന് പറയുവാനുള്ളത്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് അംഗം AB ബാലഗോപാലൻ സ്ഥിതിഗതികളെ കുറിച്ച് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രവീന്ദ്രൻ, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. സൗത്ത് കൊണ്ടാഴി സെൻറ്ററിൽ ഭീഷണിയായി നിൽക്കുന്ന ഈ ആൽമരം, ഇവിടെ ഉദ്ദേശം സ്കൂൾ കുട്ടികളും മറ്റു ആളുകളും യഥാസമയം ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ 11 kV ലൈൻ, കറണ്ടിൻ്റെ ഒരു ലൈനും പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഭീഷണിയാണ്. എത്രയും പെട്ടെന്ന് ആ ഭീഷണിയായിട്ടുള്ള ഈ ആൽമരം മുറിച്ചു മാറ്റണമെന്ന് ബഹുമാനപ്പെട്ട എല്ലാവരും അറിയിക്കും. മരം പൊട്ടി വീണ ആളപായമുണ്ടായ ശേഷം നടപടിയെടുക്കുന്ന പ്രവണത ഒഴിവാക്കി അപകടത്തിന് മുൻപ് തന്നെ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നതാണ് പൊതുജന ആവശ്യം. കാലവർഷത്തിന് മുൻപ് തന്നെ വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും ഏറെ സുരക്ഷാ ഭീഷണിയായ മരങ്ങൾ വെട്ടിമാറ്റേണ്ടവർ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കുന്നത് അലംഭാവമാണെന്നും ആക്ഷേപമുയരുന്നുണ്ട്. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം രവീന്ദ്രൻ, കൂടാതെ കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസ് ഓപ്പറേറ്റർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇത് വലിയൊരു സംഭവമായി മാറാൻ സാധ്യതയുണ്ട്. 4-5 പോസ്റ്റുകൾ പോകാനും അതുപോലെ ജനങ്ങൾക്ക് ഭീഷണിയാണ് ഈ ആര് ഉടനെ തന്നെ മുറിച്ചു മാറ്റണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. CCV ന്യൂസ്, കൊണ്ടാഴി. മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡി ക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിലുണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡി ക്ലിനിക്, മായന്നൂർ.